കേസുകളുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി കേരള സർവകലാശാല വിസിയുടെ ഉത്തരവ്. സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജുകൾക്കും വിസി ഇത് സംബന്ധിച്ച് സർക്കുലർ അയച്ചു. ബിരുദ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ സത്യവാങ്മൂലം നൽകണം. സത്യവാങ്മൂലം ലംഘിച്ചാൽ അതാത് കോളേജ് കൗൺസിലുകൾക്ക് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാം. ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലായ്മ ചെയ്യുന്നതിന്റെ പ്രാരംഭ നടപടി എന്ന നിലയിലാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കോളേജുകൾക്ക് സർക്കുലർ അയച്ചിരിക്കുന്നത്. ബിരുദ പ്രവേശനം നേടുന്നതിന് മുൻപ് വിദ്യാർത്ഥികൾ 4 ചോദ്യങ്ങൾ അടങ്ങുന്ന സത്യവാങ്മൂലം പൂരിപ്പിച്ചു നൽകണം. പഠിച്ച കോളേജുകളിൽ നിന്ന് ഡീബാർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, പരീക്ഷാ ക്രമക്കേടിന് പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ അറിയിക്കണം. സത്യവാങ്മൂലം ലംഘിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രിൻസിപ്പൽമാർക്ക് റദ്ദാക്കാം. കോളേജ് കൗൺസിലിന് മാത്രമേ പിന്നീട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ. കോളേജ് കൗൺസിലും പ്രവേശനം റദ്ദാക്കിയാൽ പരാതിയുമായി സർവകലാശാലയെ വിദ്യാർത്ഥിക്ക് സമീപിക്കാം. കഴിഞ്ഞ ദിവസം വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടേതാണ് തീരുമാനം. വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ഭാഗമായി സമരം ചെയ്യുന്നവർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കുന്ന സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കുലർ എന്നതാണ് ഏറെ പ്രസക്തം. സർക്കുലറിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നുവരാനാണ് സാധ്യത. വിദ്യാർത്ഥി സംഘടനകൾ ഇതിനകം തന്നെ അവരുടെ വിയോജിപ്പ് സിൻഡിക്കേറ്റിനെ അറിയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.